സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാകാരം വന്ദേഹം ഗണനായകം. വാണീം സുന്ദരമന്ദഹാസമധുരാം പൂർണേന്ദുബിംബാനനാം വാണീഗാനപരായണാം കമലജാം സ്വാന്ധപ്രിയാം ഭാരതീം വീണാം ചാക്ഷസ്സു മാല്യപുസ്തകധരാം ലക്ഷ്മീ സദാസേവിതാം ഏണീലോലവിലോചനാം ഭഗവതിം മൂകാംബികാമാശ്രയേ. സംപൂജ്യ സദസ്സിന് സാദര നമസ്കാരം. അവിചാരിതമായ ഉള്ളൊരവസരമാണ് എനിക്ക് ലഭിച്ചത്. കാരണം ഇവിടെ സുനിൽ നമ്പൂതിരിപ്പാടിൻ്റെ ഷഷ്ടിപൂർത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനും അദ്ദേഹമായിട്ടാണ് ആദ്യം ഈ ഒരു പിറന്നാളിനെ പറ്റി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അന്ന് മുതലേ ഉള്ള ഒരു പ്ലാനായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഉള്ള ദിവസങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവിചാരിതമായിട്ട് കിട്ടിയൊരു അവസരം ഒരു അധിക പ്രസംഗമാക്കി മാറ്റാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. വളരെ ഈ സദസ്സിലിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ 2022 നവംബർ മാസത്തിലാണ് ഞാൻ ആദ്യത്തെ സപ്താഹം നടത്തുന്നത് ആചാര്യനായിട്ട്. ഈ 2024 ഡിസംബറിനുള്ളിൽ 11 സപ്താഹങ്ങൾ നടത്തിയെങ്കിൽ പോലും കുറച്ച് സമയമാണ്, അത് മുഴുവൻ സമയവും നമ്മൾ ആചാര്യനായിട്ട് ഇരുന്നു കൊണ്ടുള്ള സപ്താഹമാണ്. പക്ഷേ കുറച്ച് സമയമാണെങ്കിൽ പോലും ഈ ഒരു വേദിയിലിരിക്കുമ്പോൾ അതിനൊരു സന്തോഷം കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഒരു സപ്താഹ വേദി എന്നൊക്കെ പറയണത് ആചാര്യൻ പ്രഭാഷണം നടത്തും, സഹാചാര്യന്മാർ അവിടെ വായനയും കീർത്തനങ്ങളൊക്കെ ആയിട്ടിരിക്കും, കുറച്ച് ആളുകൾ കേൾവിക്കാരായിട്ടുണ്ടാവും. അതിൽ വളരെ കുറച്ച് ആളുകൾ ഭാഗവത ഗ്രന്ഥവും കയ്യിൽ വെച്ച് അത് കൂടെ വായിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു സദസ്സ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പരിപൂർണമായിട്ട് ഒരു ആചാര്യ സദസ്സ് തന്നെയാണ് ഉള്ളത്. കാരണം ഓരോരുത്തരും എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആചാര്യന്മാരുണ്ട് ഇവിടെ. പക്ഷെ അവർ പോലും എന്നേക്കാൾ കേമന്മാരായിട്ടുള്ള ആചാര്യന്മാരാണ്, എനിക്ക് യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കുറച്ച് സമയം ഇത് സംവദിക്കാനുള്ളൊരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞത് ഒരുപാട് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സന്താനഗോപാലം എന്ന വിഷയം അതിന് മുമ്പായിട്ട് 1-2 ഭാഗങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് പറയാനുണ്ട്. എന്തായാലും ദശമസ്കന്ധത്തിലെ അവസാന ഭാഗങ്ങളാണ് ഇപ്പോൾ 90 അധ്യായങ്ങൾ. ആ 90 അധ്യായങ്ങളിൽ 86 മുതൽ 89 വരെയുള്ള അധ്യായങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ, ഭാഗവതത്തിൻ്റെ കഥകൾ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. പക്ഷേ കഥകളേക്കാൾ കൂടുതൽ അതിൻ്റെ തത്വങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്കതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശത്തിലവിടെ ഗംഗാ നദിയുടെ കരയിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് ശുകബ്രഹ്മർഷി ഭഗവത് കഥകളെ അങ്ങനെ വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്.
ഒരുപാട് കഥകൾ ഇപ്പോൾ നമ്മൾ കേട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കഥകൾ അദ്ദേഹം അങ്ങനെ വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ശ്രീ ശുക്രൻ മഹർഷിക്ക് പരീക്ഷിത് മഹാരാജാവിനോടൊരു കഥ പറയേണ്ടി വന്നു. എന്താ വെച്ചാൽ അദ്ദേഹം ചോദിച്ചു, പരീക്ഷിത് മഹാരാജാവ്, ഈ പാണ്ഡവ വീരനായിട്ടുള്ള അർജുനൻ എൻ്റെ അച്ഛൻ്റെ അമ്മയായ സുഭദ്രയെ വിവാഹം ചെയ്തു എന്നുള്ളൊരു കഥയുണ്ടല്ലോ, അതെന്താണെന്ന് എനിക്കിന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ ശുക്രൻ മഹർഷി പറഞ്ഞു, ആ കഥകളെ വിവരിച്ചു കൊടുക്കുകയാണ്. അർജുനൻ ഒരു തീർത്ഥയാത്രയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭാസ ക്ഷേത്രത്തിൽ പോയി. അവിടെ പോയ സമയത്ത് അവിടുന്ന് അങ്ങനെ സുഭദ്രയെക്കുറിച്ച്, സുഭദ്രയുടെ വിവാഹാലോചനയെക്കുറിച്ചൊക്കെ, കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സഹോദരിയാണ്, അപ്പോൾ അവരുടെ വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ കേട്ടു. ഇപ്പോൾ ഇവിടെ ബലരാമൻ ജ്യേഷ്ഠനാണ്, മൂത്തയാളാണ്. അദ്ദേഹം ഏകദേശം സുഭദ്രയുടെ വിവാഹമൊക്കെ നിശ്ചയിച്ച് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആൾക്കേ കൊടുക്കുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ബലരാമൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ദുര്യോധനന് സുഭദ്രയെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്നാണ്. കാരണം ബലരാമനും ദുര്യോധനനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ദുര്യോധനൻ ബലരാമൻ്റെ ശിഷ്യനാണ്. ഇതിനൊരു ആ ശിഷ്യനേക്കാൾ കൂടുതലായിട്ടൊരു സൗഹൃദം, ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ള ആ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ദുര്യോധനന് മാത്രമേ സുഭദ്രയെ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് ബലരാമൻ നിൽക്കുന്നത്. പക്ഷേ വസുദേവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ആർക്കും ഇപ്പോൾ ഇത് വലിയ താല്പര്യമില്ല. കാരണം വെച്ചാൽ ദുര്യോധനൻ്റെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇത്ര നല്ല സ്വഭാവമുള്ള ഒരാൾ വേറെ ആ പ്രദേശത്ത് വേറെ ആരും ഇല്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആർക്കും വലിയൊരു താല്പര്യമില്ല. കൃഷ്ണനും താല്പര്യമില്ല. പക്ഷെ ബലരാമന് മാത്രമാണ് ഇത് ഉണ്ടായത്. അപ്പോൾ അർജുനനും കൃഷ്ണനും തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ, രഹസ്യമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു മോഹം അർജുനൻ അങ്ങനെ കൃഷ്ണനോട് സൂചിപ്പിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ സുഭദ്രയെ വിവാഹം ചെയ്താൽ തിരക്കിടില്ല എന്നൊക്കെ. പക്ഷെ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ അങ്ങോട്ട് ധിക്കരിക്കാൻ സാധിക്കില്ല. എന്നാൽ ദുര്യോധനട്ട് കൊടുക്കാനും പറ്റില്ല. അർജുനന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണൻ്റെ കൂടിയുള്ള ഒരു ഉപായത്തിൽ അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ ആ തീർത്ഥാടന സമയത്ത് ഒരു സന്യാസി വേഷം എടുത്തു. അങ്ങനെ ആ സന്യാസി വേഷമൊക്കെ എടുത്ത് ത്രിദണ്ഡും ഒക്കെ ധരിച്ച് അങ്ങനെ ദ്വാരകയിലേക്ക് എത്തി. ദ്വാരകയിൽ വന്നിട്ടൊരു 4 മാസക്കാലം ആ ചാതുർമാസ്യം അവിടെ കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സന്യാസിയുടെ വേഷത്തിലായതുകൊണ്ട് ബലരാമന് പെട്ടെന്ന് അർജുനനെ മനസ്സിലായതൊന്നുമില്ല. സന്യാസിയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ അവിടെ താമസസൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ഒരു ആശ്രമമൊക്കെ കെട്ടിക്കൊടുത്ത് അവിടെ താമസസൗകര്യമൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു. ഒരു ദിവസം ബലരാമൻ ഇന്ന് തൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, തൻ്റെ ഗൃഹത്തിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു ഈ സന്യാസിയെ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. വളരെ സന്തോഷത്തോടു കൂടി ശ്രദ്ധയോടു കൂടിയിട്ട് ആ സന്യാസിക്ക് അവർ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അർജുനൻ സുഭദ്രയെ ഒന്ന് ശരിക്കും അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ തന്നെ അർജുനൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ല. ഇതുവരെ ആ ശരിയായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് കാണാതെയാണ് മോഹിച്ചിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പം ഒരു നിവൃത്തിയില്ല. ഇനി എന്തായാലും അവളെ സ്വന്തമാക്കിയേ തീരൂ എന്നുള്ളൊരു തോന്നൽ വന്നു. സുഭദ്രയ്ക്കും അർജുനനെ കണ്ട മാത്രമല്ല ആ ഒറ്റനോട്ടത്തിൽ തന്നെ അങ്ങോട്ട് ഇഷ്ടമായി. അതുമാത്രമല്ല അർജുനനോടുള്ള ഇഷ്ടം സുഭദ്ര അങ്ങോട്ട് പ്രകടിപ്പിക്കാനും തുടങ്ങി. ഇല്ലേ, പ്രകടിപ്പിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കയ്യിൻ്റെ വിരലൊക്കെ ഒന്ന് കടിച്ച് കാലിൻ്റെ ആ വിരൽ കൊണ്ട് ഒരു വട്ടമൊക്കെ ഇങ്ങനെ വരച്ച് ഒരു നാണമൊക്കെ കുടുങ്ങി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നേരെ നിൽക്കില്ല വാതിലിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഒന്ന് ചെരിഞ്ഞൊക്കെ ഒന്ന് മാറി നിന്ന് മുഴുവനായിട്ട് നോക്കില്ല. പകുതി ഭാഗം അങ്ങോട്ട് വെച്ചിട്ട് പകുതി ഭാഗത്തോടെയാണ് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കടാക്ഷ വീക്ഷണങ്ങളിൽ അങ്ങനെയുള്ള ആ ഒരു എന്തൊക്കെയാണ് പറയുക, ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ
അർജുനനെ അങ്ങോട്ട് കൂടുതൽ ആകർഷിക്കുക. എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ. നേരാവണ്ണം കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് അർജുനന് നന്നായിട്ട് അറിയാം. കാരണം ബലരാമനാണ് അപ്പുറത്തുള്ളത്. കൃഷ്ണനാണെങ്കിൽ കുഴപ്പമില്ല, ബലരാമനാണ് അപ്പുറത്തുള്ളത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള ചിന്തയിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടെ ദ്വാരകയിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, ഒരു ദേവയാത്ര, ഒരു മഹോത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവം കൂടെ നടക്കുന്ന സമയത്ത് ഈ സുഭദ്രയൊക്കെ പുറത്തേക്ക് ഇത് കാണാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ രഥത്തിൽ ഇരിക്കുന്ന ആ സുഭദ്ര ഇതിങ്ങോട്ട് കണ്ട സമയത്ത് അർജുനൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സുഭദ്രയെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും സമ്മതമില്ലാതെ അല്ല കേട്ടോ. വസുദേവരുടെയും ദേവകിയുടെയും കൃഷ്ണൻ്റെയും ഒരു മൗനാനുവാദത്തോട് കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് ആരും കാണാതെ തട്ടിക്കൊണ്ട് പോവുകയല്ല. അങ്ങനെ അങ്ങോട്ട് അപഹരിച്ചു. സുഭദ്രയെ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോവുകയാണ്. നേരെയും തിരിച്ചും പറയാല്ലേ, സുഭദ്ര അർജുനൻ്റെ കൂടെ ചാടിപ്പോയി എന്നും പറയാം, രണ്ടും പറയാനുള്ളതല്ലേ. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഈ പുരാണങ്ങൾ മുതലിങ്ങനെ കേൾക്കണതാ എന്താണ് ചാടിപ്പോണതും തട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ. ഇപ്പോൾ അതങ്ങനെ ഒരു തുടർക്കഥയായിട്ട് അങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞ് പോയ ഭാഗത്ത് രുക്മിണി അല്ലേ, രുക്മിണിയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നത് പിന്നെയാണ്, അവിടെ നിന്ന് ശരിക്കും തട്ടിക്കൊണ്ടുപോകുക തന്നെയാണ്, അല്ലെങ്കിൽ ചാടിപ്പോവുക തന്നെയാണ്. ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചില രക്ഷിതാക്കൾ അമ്മമാരാ കൂടുതൽ പറയുക. എന്താ പറയുക വെച്ചാൽ എങ്ങനെയൊക്കെ കൊണ്ടു നടന്ന കുട്ടിയായിരുന്നു പറയും. പെൺകുട്ടികളെ കുറിച്ച് പറയണതാണേ. എങ്ങനെയൊക്കെ കൊണ്ടു നടന്നത്, ഇത്ര അവൾക്ക് എന്തിൻ്റെ ഒരു കുറവാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത്രയൊക്കെ നോക്കി കൊണ്ടു നടന്നതാ ഇല്ലേ. എന്നിട്ട് എന്താ ഇപ്പം ഉണ്ടായത്? കണ്ടോൻ്റെ കൂടെ പോയി. അമ്മമാർ വാങ്ങാം, കണ്ടോൻ്റെ കൂടെ പോവുക. പക്ഷെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കണ്ടോൻ്റെ കൂടെയാണല്ലോ പോയത്, അതൊരു സമാധാനമാണ്. നേരെ ഇപ്പോൾ പോണത് കാണാത്തവൻ്റെ കൂടെയാണ് ഇല്ലേ. പണ്ട് കണ്ടോൻ്റെ കൂടെയാണല്ലോ പോയതെന്ന് വെച്ചാൽ കണ്ടോൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ കണ്ടോൻ്റെ കൂടെയാണല്ലോ പോയത്. ഇപ്പോൾ കാണാത്തവൻ്റെ കൂടെയാണ് പോവുക. കാരണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഞെക്കിയിട്ട് ഇതെന്നാ നോക്കണ സമയത്ത് പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു ഗ്ലാമറല്ലേ, ദുൽഖർ സൽമാൻ ഒന്നും അതിൻ്റെ അടുത്തേക്ക് ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ചാറ്റിങ്ങായി. ഇത് ചീറ്റിംഗ് ആണെന്ന് അവസാനം മനസ്സിലാവും. അതുവരെ ചാറ്റിങ്ങാണ് ഇല്ലേ. അങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് അവസാനം ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ എത്താൻ പറയുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് അതുവരെ വളർത്തിക്കൊണ്ട് വന്ന അച്ഛനായാലും അമ്മയായാലും അവരൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇനി അങ്ങോട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആളറിയില്ലല്ലോ. കാരണം പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടല്ലേ ഉള്ളൂ, അല്ലാണ്ട് ആളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്പറിൽ വിളിച്ച് നോക്കണ സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇല്ലേ, ആ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ ചായക്കടേൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് എത്തി നോക്കണ സമയത്ത് അപ്പോഴും ഫോണ് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നോക്കണ സമയത്ത് കാണുന്ന ആളെ കാണുമ്പോഴാണ് വിചാരിക്കുക എന്താ വെച്ചാൽ കുറച്ച് മുറുക്കാനും കൂടി വാങ്ങി കൈ പിടിക്കുക. അപ്പോൾ കണ്ടവൻ്റെ കൂടെ പോയാൽ കുഴപ്പമില്ല, ഈ കാണാത്തവൻ്റെ കൂടെ പോകുമ്പോൾ ഏറെ കുഴപ്പമില്ല. എന്തായാലും ഇവിടെ അതിനെ ഉണ്ടായത് ചാടിപ്പോവുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി. എന്തായാലും അങ്ങനെ സുഭദ്രയെ അങ്ങോട്ട് കൊണ്ടുപോയി. ബലരാമ വിവരം അറിഞ്ഞു. ബലരാമന് വല്ലാത്ത ദേഷ്യമായി, വിഷമാണ് ആദ്യം ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടി തന്നെ ചതിക്കുകയുണ്ടായത്. ഞാനൊരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചതാണ്, അതിനെ ഒട്ടും ഗൗനിക്കാതെ അവർ തന്നെ ചതിക്കുകയുണ്ടായത്. അതിൽ വലിയൊരു വിഷമമുണ്ട് ബലരാമന്. ആ വിഷമാണ് ദേഷ്യമായിട്ട് മാറുന്നതേ. ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചേർന്ന സമയത്ത് ആകെ ഒരു നിയന്ത്രണം വിട്ട അവസ്ഥയിലായി ബലരാമൻ. എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ല. അർജുനനെ ഇപ്പം തന്നെ ശരിയാക്കും, എന്നിട്ട് പെങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് പോരും, എന്നിട്ട് വേറെ ആർക്കെയും കെട്ടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്ക് യോഗ്യനല്ലാത്ത ഒരാളുടെ കൂടെ യോഗ്യത ഇല്ലാത്ത ഒരാളുടെ കൂടെ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് തിരിച്ച് പിടിച്ചു കൊണ്ടുവന്നിട്ട് അപ്പം എന്തായാലും ഇവിടെ അങ്ങനെയൊക്കെ വിചാരിച്ചു ബലരാമൻ. അതിനു വേണ്ടി ഇറങ്ങിയ സമയത്ത് കൃഷ്ണൻ വിളിച്ചു ബലരാമനെ. എൻ്റെ ഏട്ടനല്ലേ,
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയില്ല, എൻ്റെ ഏട്ടനല്ലേ. അപ്പം ഞാൻ അങ്ങോട്ട് പറയണമെന്ന് ഏട്ടന് കേട്ടൂടെ? പ്രായം കൊണ്ട് ജ്യേഷ്ഠനും അനുജനും ആണെന്നേ ഉള്ളൂ കൃഷ്ണൻ ബലരാമൻ. പക്ഷെ കൃഷ്ണൻ്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്കൊരു വാക്ക് ബലരാമൻ പറയാറില്ല. കാരണം അത് ശരിയാണെന്ന് ബലരാമന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആശ്വസിപ്പിച്ചു. അപ്പം അങ്ങനെ എന്തായാലും ദ്വാരകയിൽ നിന്നൊരു കുട്ടി അങ്ങോട്ട് ചാടിപ്പോവുക, എന്നിട്ട് എന്താ മറ്റവൻ്റെ കൂടെ അങ്ങോട്ട് പോവുക. അവിടെ അതൊന്നും ഒരു ശരിയുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതാ യഥാവിധി ആ വിവാഹം നടത്തി കൊടുക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ 2 ആങ്ങളമാരുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ശരി, എന്തായാലും ഇപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചെന്ന് നോക്കിയിട്ട് കാര്യമില്ല, അവരുടെ വിവാഹം നമുക്ക് ആ വിധിപ്രകാരം അങ്ങോട്ട് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനവരെ അർജുനന് സുഭദ്രയെ യഥാവിധി അങ്ങോട്ട് വിവാഹം ചെയ്ത് കൊടുത്തു. അങ്ങനെ അവിടുന്ന് അതിന് ശേഷം പിന്നീട് ശ്രീ ശുക്ര മഹർഷി ഒരുപാട് കഥകൾ പറയണു പരീക്ഷിത് മഹാരാജാവിനോട്. അതിലൊരു ശ്രുതദേവൻ എന്നൊരു ബ്രാഹ്മണന് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്ത കഥയും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് പിന്നീട് അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, എന്താ ഈ പരമശിവനെ തപസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഫലം കിട്ടും. മഹാവിഷ്ണുവിനെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ അതെന്താ കാരണം അത് ചോദിച്ച സമയത്ത് ശ്രീ ശുക്ര മഹർഷി പറഞ്ഞു, പരമശിവൻ ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്, ദേഷ്യം പിടിക്കലും പെട്ടെന്ന് കഴിയും. പക്ഷേ ഈ ക്ഷിപ്രപ്രസാദി എന്ന് പറയുന്ന സമയത്ത് ഒന്നും നോക്കില്ല, തന്നെ അങ്ങനെ ആ പ്രീതിയോടുകൂടി പ്രത്യക്ഷപ്പെടുത്തുന്ന ആരാണോ അവർക്ക് അപ്പം തന്നെ അങ്ങോട്ട് അതിൻ്റെ ഫലം കൊടുക്കും. മഹാവിഷ്ണു അങ്ങനെയല്ല. മഹാവിഷ്ണു അത് ശരിക്കും ചിന്തിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ അതിന് താമസം ഉണ്ടാവും. പക്ഷേ ക്ഷിപ്രപ്രസാദിയാണ്, അത് പെട്ടെന്ന് വരം കൊടുത്തതിൻ്റെ ഫലം ഒരിക്കലും പരമശിവൻ അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് സംശയമായി, പരമശിവൻ എന്താ വരം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് എന്ന് ചോദിച്ച സമയത്ത് ശ്രീ ശുക്ര മഹർഷി പറഞ്ഞു പരീക്ഷിത് മഹാരാജാവിനോട്, വൃഗാസുരൻ എന്നൊരസുരൻ, ശകുനിയുടെ മകനാണ് വൃഗാസുരൻ. ഈ വൃഗാസുരൻ ഒരു ദിവസം അങ്ങനെ പോണ സമയത്ത് നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷിയെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, മഹർഷി, ഈ വേഗം പ്രസന്നനാവുന്ന ദൈവം ആരാ? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കണം ചോദ്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നും പിന്നത്തേക്ക് വെക്കാൻ കഴിയില്ലേ, ഒക്കെ പെട്ടെന്ന് കിട്ടണം നമുക്ക്. അതാണ് കാര്യം. പെട്ടെന്ന് പ്രസാദിക്കണം, പെട്ടെന്ന് കിട്ടണം സാധനം, അതാണ്. വേഗം പ്രസാദിക്കുന്ന ഈശ്വരൻ ആരാ എന്ന് ചോദിച്ചു നാരദ മഹർഷിയോട്. നാരദ മഹർഷി പറഞ്ഞു, പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശിവനെയാണ് ഏറ്റവും നല്ലത്. മറ്റവർക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, എന്തൊക്കെയോ മീറ്റിങ്ങൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അതിൻ്റെ തിരക്കില്ല. ശിവനാണ് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, വെറുതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ ശിവൻ വേഗം തന്നെ പ്രസാദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഈ വൃഗാസുരൻ ശിവനെ അങ്ങോട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. ഈ ശ്രീ ശുക്ര മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തോട്. അങ്ങനെ തപസ് ചെയ്തു, സകല ഐശ്വര്യങ്ങളൊക്കെ നേടി. പക്ഷേ അവസാനം ശിവന് തന്നെ അത് വിനയായിട്ട് മാറി എന്ന് ശ്രീ ശുക്ര മഹർഷി പറഞ്ഞ സമയത്ത് പരീക്ഷിത് മഹാരാജ് ചോദിച്ചു, അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം വീട്ടിൽ പറയുക, എന്താണ് നാരദർ പറഞ്ഞതനുസരിച്ച് ഈ വൃഗാസുരൻ കേദാരത്തിലെത്തി അവിടുന്ന് തപസ് തുടങ്ങി.
തപസ് എന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ ഒറ്റക്കാലിൽ നിന്നിട്ടുള്ള തപസ് മാത്രമല്ല, വളരെ കഠിനമായിട്ടുള്ള തപസ്സാണ്. അഗ്നി അങ്ങോട്ട് ജ്വലിപ്പിച്ചിട്ട് ആ അഗ്നിയിലേക്ക് തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസമൊക്കെ അറുത്തിട്ട് അങ്ങോട്ട് ഇടുകയാണ്. ശിവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. എന്തായാലും തപസ്സങ്ങൾ തുടങ്ങി. എത്രയും പെട്ടെന്ന് ശിവൻ പ്രത്യക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ടുള്ള ഉപായം തന്നെ നോക്കണത്. തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസത്തൊക്കെ അറുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് അഗ്നിയിലേക്ക് അങ്ങോട്ട് ഇടുക. അങ്ങനെ കുറേ കഴിഞ്ഞ് ശരീരത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നും മാംസമൊക്കെ അറുത്തിട്ടു. അവസാനം എത്രയായിട്ടും അങ്ങോട്ട് ആവണില്ല. 7 ദിവസം 6 ദിവസം കഴിഞ്ഞു. 7ാമത്തെ ദിവസമായ സമയത്ത് ഇനി കാത്തു നിൽക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു. തൻ്റെ ശിരസ് വെട്ടിയിട്ട് അഗ്നിയിലേക്ക് ഹോമിക്കാൻ വേണ്ടിയിട്ട് ആ മൃഗാസുരൻ തയ്യാറാവുന്നത്. ആ ശിരസ് അങ്ങോട്ട് വെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വേണ്ട, അരുതാത്തൊന്നും ചെയ്യണ്ട, എന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ, ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ, എന്താ ചെയ്യാൻ തരാം എന്നുള്ളത്. ശിവൻ പ്രത്യക്ഷപ്പെടുന്നതേ പാർവതിയുടെ കൂടെ. പാർവതി ഉണ്ടായിരുന്നു കൂടെ, ശിവൻ ഒറ്റയ്ക്കല്ല, പാർവതിയും കൂടെ ഉണ്ടായിരുന്നു ശിവൻ്റെ കൂടെ ആ വരുന്ന സമയത്തെ. അപ്പോൾ പാർവതിയും കൂടെ കണ്ട സമയത്ത് മൃഗാസുരന് പാർവതിയായിട്ട് കണ്ടപ്പോൾ കുറച്ചൊരു ചാറ്റാട്ടം. എന്താ വെച്ചാൽ പാർവതീനെ പോലത്തെ ഒരു പെണ്ണിനൊക്കെ കിട്ടുകയാണെന്ന് നല്ലതാണല്ലോ ഇല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശിവനോട് വരം വാങ്ങണം. അപ്പോൾ പാർവതീനെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് വരം ചോദിക്കാൻ പറ്റില്ലല്ലോ. ശിവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാലേ, ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും ആ ആൾ ഭസ്മമായിട്ട് പോകാം. ശിവൻ പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ആദ്യം ശിവൻ്റെ തലയിൽ തന്നെ കൈവയ്ക്കുക. ശിവൻ ഭസ്മമായി കഴിഞ്ഞാൽ പാർവതിനെയും കൊണ്ട് പോവാലോ. അപ്പം അങ്ങനെ അത് മാത്രം ഉദ്ദേശം മാത്രമല്ല, വരം കൊടുത്തു. മൃഗാസുരൻ എന്താ ചെയ്തത്? ആ സമയത്ത് ശിവൻ്റെ നേരെ തൻ്റെ കൈയുമായിട്ട് പോയി തലയിലേക്ക്. ശിവൻ്റെ തലയിൽ കൈവയ്ക്കാൻ വേണ്ടി പോയി. ശിവൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. നിവൃത്തിയില്ലാണ്ടായി. മൃഗാസുരനും പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഓടി അങ്ങനെ എവിടേക്കാണ് പോയെന്ന് നിശ്ചയില്ല. ഓടിക്കൊണ്ടേയിരിക്കുക. പുറകെ ഇയാളുണ്ട്, വിടാതെ പിന്തുടരുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി സഹായിക്കാൻ പറ്റിയില്ല, മറ്റുള്ള പലരുടെ അടുത്തെത്തി സഹായിക്കാൻ പറ്റിയില്ല. അവിടുന്ന് പിന്നെ ഇങ്ങനെ ഓടുക. അവസാനം വൈകുണ്ഠത്തിലെത്തിയ സമയത്ത് ഞങ്ങൾ കുറച്ച് പുറകെയാണ്. ആര്? ഈ മൃഗാസുരനെ. അപ്പോൾ ശിവൻ മുന്നിൽ അങ്ങനെ ഓടി വരുന്നുണ്ട്. മഹാവിഷ്ണു കണ്ടപ്പം മഹാവിഷ്ണു അവിടുന്ന് വേഗം ശിവനുള്ള വഴി കൊടുത്തു, ഓടിക്കാനുള്ള വഴി കൊടുത്തു. അപ്പോൾ മൃഗാസുരൻ ഈ സംഗതി മനസ്സിലായി. മഹാവിഷ്ണു എന്താ സംഗതി എന്നങ്ങോട്ട് മനസ്സിലായപ്പോൾ മഹാവിഷ്ണു എന്ത് ചോദിച്ചാൽ ആ യഥാർത്ഥ രൂപത്തെ അങ്ങോട്ട് മറച്ചിട്ട് ഒരു ബ്രഹ്മചാരിയുടെ രൂപം കൈക്കൊണ്ടു. ഒരു ബ്രഹ്മചാരിയുടെ രൂപം കൈക്കൊണ്ട് അങ്ങനെ ആ വൈകുണ്ഠത്തിലേക്ക് പോകണ വഴിയിൽ അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് മൃഗാസുരൻ ഓട്ടിങ്ങോട്ട് വരുന്നത്. കൈ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. കാരണം എവിടെയാണ് ശിവനെ കാണുക വെച്ചാൽ അവിടെ വെക്കണം കയ്യേ, അത് വിചാരിച്ചിട്ട് ഓടിങ്ങോട്ട് വന്നു. അപ്പോൾ മഹാവിഷ്ണു ഈ ബ്രഹ്മചാരിയെ കണ്ടു. ഈ ബ്രഹ്മചാരി പറഞ്ഞു, നിൽക്ക് എങ്ങടാ അത്രയ്ക്ക് ഓടണത്? നല്ലോണം കിതക്കിലുണ്ടല്ലോ, ഇവിടെ ഇരുന്നിട്ടേ കുറച്ച് വിശ്രമിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയിക്കോളൂ. എന്തിനാപ്പം ഈ ഓടണത്? ഇല്ലേ, നമ്മളും ഓട്ടത്തിൻ്റെ ആൾക്കാരല്ലേ, എന്തിനാ ഓടണത്? അത് നമുക്ക് ഇഷ്ടമില്ല. ഒരാളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു ഇയാളോടെ, അല്ല നിങ്ങളെന്തിനാ ഓടണത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ മുന്നിലൊരാൾ ഓടുന്നുണ്ട്, എനിക്ക് അയാളുടെ മുന്നിലെത്തണം. അപ്പോൾ അയാൾ എന്തിനാ ഓടണത്? അയാൾ എന്തിനാ ഓടണമെന്ന് വെച്ചാൽ അയാൾ എന്തിനു ഓടിയാലും തിരക്കൽ എനിക്ക് അയാളുടെ മുന്നിലെത്തണം. നമ്മുടെ ചിന്തയാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കേമനാവണം. ഇവിടെ ഇപ്പോൾ ഈ മൃഗാസുരൻ ചിന്തിക്കണതും എന്താണ്? ശിവനെ ഭസ്മാക്കിയിട്ട് പാർവതിയെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ ആ ശിവൻ്റെ അതേ പദത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം അതാണ് നടത്തുന്നത്. എന്തായാലും അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ഇരിക്കി വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഇല്ല, എനിക്കിപ്പോൾ തന്നെ
എന്താ സംഭവം എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് വൃഗാസുരൻ്റെ അടുത്ത്. വൃഗാസുരൻ പറഞ്ഞത്, ആ പരമശിവൻ ഉണ്ടല്ലോ എനിക്ക് വരം തന്നു. എന്താ വരം തന്നതെന്ന് വെച്ചാലേ, എൻ്റെ കൈ ആരുടെ തലയിലാണോ വെക്കണത് അദ്ദേഹം ഭസ്മമായി പോകുന്നുള്ള വരാ തന്നത്. അപ്പം ഞാനതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ കൈ വയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഓടാൻ തുടങ്ങി. അപ്പം ഞാൻ പുറകെ ഓടുക. അപ്പോൾ ഈ ബ്രഹ്മചാരി പറഞ്ഞു, അയ്യയ്യയ്യ എന്താ നിങ്ങൾ ഈ ചെയ്യണത്? പരമശിവനെ വിശ്വസിച്ചിട്ട് ആ വരുമായി പോന്നിരിക്കുക. വിശ്വസിക്കാൻ പറ്റില്ല അയാളെ. ഈ ദക്ഷൻ്റെ ശാപം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം പരമശിവന് കുറച്ച് അബ്നോർമൽ കണ്ടീഷനല്ല, ശരിക്കും അങ്ങോട്ട് നോർമലല്ല. ഇപ്പം ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ വരം വിശ്വസിക്കൊന്നുമില്ല. വരം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളാരും വിശ്വസിക്കൊന്നുമില്ല. ഒരാളും ഇല്ല. ഇപ്പോൾ മഹർഷിമാരോടൊന്നും പരമശിവൻ വരം വേണമെന്ന് ചോദിച്ചാൽ പോലും വേണ്ടാന്ന് പറയും. കാരണം എന്താ വെച്ചാൽ വിശ്വസിക്കാൻ പറ്റില്ലേ. അപ്പോൾ വൃഗാസുരൻ പിന്നെ ഇങ്ങനെ സംശയിച്ച് നിൽക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പരമശിവൻ തന്ന ആ വരം നേരെയാണോ എന്ന് അറിയാനല്ലേ ഇപ്പോൾ നടക്കണത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് തലേ കൈവച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഈ വൃഗാസുരനോട് പറഞ്ഞേ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് സ്വന്തം തലയിലൊന്ന് കൈവച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാവും. പരമശിവനെ വിശ്വസിക്കാൻ ഞങ്ങളാരും തയ്യാറില്ല. ഇതങ്ങോട്ട് കേട്ടപ്പോൾ വൃഗാസുരൻ തോന്നി, ശരിയായാണ് പറയണതൊരു ബ്രഹ്മചാരിയാണ്. ഇപ്പോൾ പരമശിവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാലോ. ഒന്ന് സ്വന്തം തലയിൽ കൈവച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഇത് സംശയമൊന്നും ഉണ്ടായില്ല. വൃഗാസുരൻ തലയിൽ കൈവച്ചു, ഭസ്മമായിട്ട് പോയി. ഈ കഥകൾ പറഞ്ഞ സമയത്ത് ഈ ശിശുപുരം മഹർഷി പറഞ്ഞു, ഇതാണ് ആ ഈശ്വര തേജസ് എന്ന് പറയുന്നത്. പരമശിവനെ പോലും രക്ഷിക്കാൻ ആ സമയത്ത് ആ മഹാവിഷ്ണുവാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുമാത്രമല്ല, പാപി തൻ്റെ പാപം കൊണ്ട് തന്നെ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മഹാപുരുഷന്മാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും നന്നാവില്ല. അവർ നശിച്ചു പോവുക മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം ഇദ്ദേഹം ശിശുപുരം മഹർഷി മറ്റൊരു കഥയാണ് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എനിക്ക് വളരെ കുറഞ്ഞൊരു സമയമാണ് കിട്ടിയിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശിശുപുരം മഹർഷി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലൊരു ഋഷിമാരെല്ലാവരും കൂടി ഇരിക്കണ ഒരു സദസ്സിൽ ഒരു ചർച്ചയുണ്ടായി. ചർച്ച മറ്റൊന്നുമല്ല, ത്രിമൂർത്തികളുണ്ടല്ലോ, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. ഈ മൂന്ന് പേരിൽ ആരാണ് കേമൻ എന്നുള്ളൊരു ചർച്ച. ഇവർക്ക് മൂന്ന് പേർക്കും ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിക്ക് ഫാൻസ് അസോസിയേഷൻ, മോഹൻലാലിന് ഫാൻസ് അസോസിയേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവർക്ക് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ശിവൻ്റെ ഫാൻസ് പറഞ്ഞു ശിവൻ തന്നെയാണ് കേമൻ, യാതൊരു സംശയമില്ല. വിഷ്ണുവിൻ്റെ ഫാൻസ് പറഞ്ഞു അയ്യേ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്താനുണ്ടോ. ബ്രഹ്മാവിൻ്റെ ഫാൻസ് പറഞ്ഞു ബ്രഹ്മാവന്യ കേമൻ, സൃഷ്ടിയുടെ ആളാ, പിന്നെ അതിനേക്കാൾ വലിയ കേമൻ വേറെ ഉണ്ടാവുമോ. എന്താണെങ്കിലും അതൊരു ചർച്ചയായ സമയത്ത് ഇവർ പറഞ്ഞു ഒരു കാര്യം നമുക്കൊന്ന് പരീക്ഷിക്കാം, എല്ലാത്തിനൊരു വഴിയുണ്ടല്ലോ, ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചത് ഭൃഗു മഹർഷിയാണ്. ഭൃഗു മഹർഷി ബ്രഹ്മാവിൻ്റെ മകനാണ്, ബ്രഹ്മപുത്രനാണ്. അദ്ദേഹത്തെയാണ് ഈ ത്രിമൂർത്തികളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയത്. അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ആദ്യം പോയത് ബ്രഹ്മലോകത്തേക്കാണ്. അവിടെ അങ്ങോട്ട് ചെന്നു, ബെല്ലടിച്ചു. ആരും വരണമൊന്നുമില്ല, തുറക്കണമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വാതിലൊക്കെ തള്ളി തുറന്ന് അവിടെ പോയി, അവിടെ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി അവിടെ അങ്ങോട്ട് ഇരുന്നു ഭൃഗു മഹർഷി. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനാണ്, ബ്രഹ്മാവിൻ്റെ മകനാണ് ഭൃഗു മഹർഷി.
ബ്രഹ്മാവ് വരുന്ന സമയത്തും ഈ ഭൃഗുമഹർഷി അതുപോലെ തന്നെ അവിടെ ഇരുന്നു, അനങ്ങിയില്ല. ആ കാലും കയറ്റിയിട്ട് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇതും കൂടി ഉണ്ടാവും അച്ഛൻ വരുമ്പോഴേ. അന്ന് പിന്നെ അതില്ല. അങ്ങനെ ഇരുന്നു. ബ്രഹ്മാവ് ഇത് കണ്ടു, തൻ്റെ മകനാ. അച്ഛൻ കയറി വരുന്ന സമയത്തൊന്ന് നോക്ക്, ഗൗനിക്ക്, ഒന്നും ചെയ്യണില്ലേ. ആകെ ദേഷ്യം പിടിച്ചു ബ്രഹ്മാവിന്. അപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ബ്രഹ്മാവ് ഈ ഭൃഗുമഹർഷി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ മഹർഷിമാർ നിശ്ചയിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ സത്വഗുണം ഉള്ളിൽ, അന്ധകരണത്തിൽ ഏറ്റവും കൂടുതൽ സത്വഗുണം ഉള്ളത് ആർക്കാണ് എന്നാണ് അറിയേണ്ടത്. എന്ന് വെച്ചാൽ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ അന്ധകരണത്തെ ശോഭിപ്പിക്കാതെ ശാന്തനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും ബ്രഹ്മാവിന് അങ്ങനെ ശാന്തനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാവത്തു നിന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഭൃഗുമഹർഷി അന്ന് അവിടെ ഇരുന്ന് എഴുന്നേറ്റില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാവിന് ദേഷ്യം പിടിച്ചു. അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നേരെ കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിലേക്ക് പോയപ്പോൾ പരമശിവൻ അദ്ദേഹം കയറി ചെല്ലണ സമയത്ത് തന്നെ കണ്ട സമയത്ത് പരമശിവൻ വേഗം ഇങ്ങോട്ട് വന്നു. ഈ ഭൃഗുമഹർഷി ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട്, കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന സമയത്ത് ഭൃഗുമഹർഷി പറഞ്ഞു, തൊട്ട് പോകരുത് തന്നെ, ഇത്ര വൃത്തികെട്ട നീ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക, എന്താപ്പത് കഥ? ഏത് സമയത്തും ചുടലവസ്തു അണിഞ്ഞ് പാമ്പിനെയും ചോളിലിട്ടിട്ട് നടക്കുക, വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക, ഞാൻ നല്ല കുളിച്ച് ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് വരുന്ന ആളാണ്, അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ പരമശിവന് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം പിടിച്ചു എന്ന് മാത്രമല്ല, ശൂലെടുത്തിട്ട് ഇങ്ങോട്ട് കുത്താൻ നോക്കുക. അപ്പോൾ പാർവതീദേവി തടഞ്ഞതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് ഭൃഗുമഹർഷി അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ വൈകുണ്ഠത്തിലേക്കാണ് പോയത്. വൈകുണ്ഠത്തിലെത്തി പൂമുഖത്തന്നെ നോക്കണ സമയത്ത് എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, മഹാവിഷ്ണു അവിടെ മഹാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് അങ്ങനെ കിടന്നുറങ്ങാണ്. ഭൃഗുമഹർഷി കണ്ടു. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒന്നും നോക്കിയില്ല, മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്ത് നോക്കി ഒരൊറ്റ ചവിട്ടങ്ങോട്ട് കൊടുത്തു. ഭൃഗുമഹർഷി ആ ചവിട്ടങ്ങോട്ട് കിട്ടിയ ഉടനെ പെട്ടെന്നങ്ങോട്ട് എഴുന്നേറ്റു മഹാവിഷ്ണു. മഹാലക്ഷ്മി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. വേഗം മഹാവിഷ്ണു എന്താ ചെയ്തെന്ന് പറയും, നേരെ ഭൃഗുമഹർഷി അങ്ങോട്ട് തൊഴുതു. രണ്ടുപേരും കൂടി ചേർന്നങ്ങോട്ട് തൊഴുതു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാവിഷ്ണു ക്ഷമിക്കണം, ഉറക്കത്തിൻ്റെ കാഠിന്യം കൊണ്ടേ അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് അങ്ങയെ യഥാവിധി സ്വീകരിക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല. ആവട്ടെ, എന്തായാലും എൻ്റെ ശരീരത്തിൽ ഇപ്പം അങ്ങ് ചവിട്ടിയില്ല, അങ്ങയുടെ പാദങ്ങൾ വേദനിച്ചുവോ? മഹാവിഷ്ണു ചോദിച്ചു. അങ്ങയുടെ കാലുകൾ വേദനിച്ചു, അപ്പം എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാപ്പ് പറയാട്ടോ. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, അങ്ങയുടെ ആ പാദസ്പർശം കൊണ്ട് ധന്യമായ എൻ്റെ ഈ ഹൃദയത്തിൽ ലക്ഷ്മീദേവി സദാ കുടികൊള്ളൂ, അങ്ങേക്കെന്നും മംഗളങ്ങൾ മാത്രം ഭവിക്കട്ടെ എന്ന്. പിന്നെ ഭൃഗുമഹർഷിക്ക് ഒന്നും ചിന്തിക്കാണ്ടായില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ആ മഹർഷിമാരെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞു, ഒന്നും ചിന്തിക്കേണ്ട, മഹാവിഷ്ണു തന്നെയാണ് കേമൻ, യാതൊരു സംശയമില്ല, ത്രിമൂർത്തികളിൽ എന്തുകൊണ്ടും കേമൻ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞു. കാരണം അയച്ചത് എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രതികൂല സാഹചര്യത്തിലും അന്ധകരണം ക്ഷോഭിക്കാതെ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവ് അത് ആർക്കാണുള്ളത് എന്നാണ് കൂടുതൽ നോക്കേണ്ടത്. ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്നോ സംശയമൊന്നും ഉണ്ടായില്ല, അദ്ദേഹത്തെ ദേഷ്യം പിടിച്ചുല്ലോ. പരമശിവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിനും ദേഷ്യം പിടിച്ചു. ഈ ദേഷ്യം പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം കൂടി ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതേ. അപ്പം അങ്ങനെ അവിടുന്ന് പോന്നു. അദ്ദേഹം ഈ മഹാവിഷ്ണുവിൻ്റെ ഈ വാക്കും പ്രവൃത്തിയൊക്കെ അങ്ങോട്ട് ഈ ഭൃഗുമഹർഷി ആകെ അങ്ങോട്ട് ആനന്ദഭരിതനാക്കി. കാരണം ഒരാൾ പ്രത്യേകിച്ച് ആ മഹാ തേജസ്സാർന്ന പുരുഷൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് പോയിട്ട് ചവിട്ടിയിട്ട് അവിടുന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹം ചോദിക്കണത് എന്താ,
അങ്ങയുടെ കാല് വേദനയായോ എന്ന്. എത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ആ മഹാമനസ്കഥ എന്നുള്ളതാണ് ഭൃഗു മഹർഷി ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്താണ്? മുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹോ പരമാം ഗതിം. ഭഗവാൻ വിഷ്ണു ശാന്തനും സമചിത്തനും അകിഞ്ചനനും എല്ലാവർക്കും അഭയപ്രദനും സാധുക്കളുടെ എല്ലാമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോളം മറ്റൊന്നുമില്ല എന്ന് ഭൃഗു മഹർഷിയോട് പറയും. അതിനുശേഷം ശിശുപാൽ മഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കഥ, ഏതൊരുവന് അഹങ്കാരം ഒരല്പം കൂടുന്നുവോ അത് ഏത് രീതിയിൽ ശമിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഭാഗമാണ് സന്താനഗോപാലം എന്ന കഥയിലൂടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. എന്താ സന്താനഗോപാലം കഥ എന്ന് പറയുന്നത്? ദ്വാരക ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ആർക്കും ഒന്നിൻ്റെയും കുറവില്ല. എല്ലാവരും വളരെ സന്തോഷഭരിതരായിട്ടിരിക്കണം. ആ കാലത്ത് അവിടെ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ്റെ ഭാര്യ ഗർഭിണിയായി. ആ ബ്രാഹ്മണ പത്നി പ്രസവിച്ച ഉടനെ തന്നെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടി മരിച്ചു പോയ സമയത്ത് ബ്രാഹ്മണൻ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, എന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ആ രാജ്യത്ത് എന്താണ് ആ രാജ്യം ഭരിക്കുന്ന ആളുകൾ വിപ്രദ്രോഹികളായിട്ടും അതുപോലെ തന്നെ എന്താണ് ദുഷ്ടചിത്തരുമായിട്ടുള്ള ക്ഷത്രിയരുടെ കർമ്മദോഷമാണ് എൻ്റെ കുട്ടി മരിക്കാനുള്ള കാരണം. അവനവൻ്റെ ദോഷമല്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ജീവിക്കണത് തന്നെ നമുക്ക് വളരെ ആപത്താണ്. ഇത് വിചാരിക്കുക മാത്രമല്ല, അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവിടുന്ന് ആ കുട്ടിയെ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ രാജകൊട്ടാരത്തിൽ അവിടെ കൊണ്ടുവച്ചു. അവിടുന്ന് പരിതാപമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ അതിനുശേഷം ഈ ബ്രാഹ്മണ ഭക്തി രണ്ടാമത് ഗർഭിണിയായി. ആ സമയത്തും ഇതന്നെ സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? കുട്ടി ആ പ്രസവിച്ച ഉടനെ തന്നെ അങ്ങോട്ട് മരിച്ചു. ബ്രാഹ്മണൻ ഓരോ തവണയും അധികം വിഷമായിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ കുട്ടിയും ജനിച്ചു വീണ ഉടനെ അങ്ങനെ മരിക്കുക. ഇനി ദ്വാരകയിൽ വന്നിട്ട് പറയാനുള്ള പരിതാപങ്ങളൊന്നും ബാക്കിയില്ല. അത്രമാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 8 കുട്ടികൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് മരിച്ചു. പ്രസവിക്കുക, മരിക്കുക. ആ 8ാമത്തെ കുട്ടി, ആ 9ാമത്തെ കുട്ടി, അത് 8 കുട്ടികൾ മരിച്ചു. അത് കഴിഞ്ഞ് 9ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ വിചാരിച്ചു അതെങ്കിലും. ആ 9ാമത്തെ കുട്ടി അങ്ങോട്ട് മരിച്ച സമയത്ത് ആ ബ്രാഹ്മണൻ രാജകൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി. അവിടുന്ന് നിലവിളി അങ്ങോട്ട് തുടങ്ങി. ആ കുട്ടിയുടെ ശവശരീരം ആ രാജകൊട്ടാരത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവിടുന്ന് നിലവിളിയും തുടങ്ങി, ശകാരവും തുടങ്ങി. രാജാവിനെന്നല്ല, അവിടുന്ന് എല്ലാവരും കൃഷ്ണനെ അടക്കാണ്ട് ചീത്ത പറയാൻ തുടങ്ങി. ഇത്ര വലിയ കേവനാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെയൊക്കെ രക്ഷിക്കണവനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ കാര്യം ഉണ്ടായതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ചീത്ത പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അർജുനൻ ഉണ്ടായിരുന്നു അവിടെ കൃഷ്ണൻ്റെ അടുത്ത്. അപ്പോൾ അർജുനൻ ഇതൊക്കെ കേട്ടു. അർജുനൻ ബ്രാഹ്മണൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത്, ഇങ്ങനെയൊക്കെ ഉണ്ടായതേ 9 കുട്ടികളാണ് പ്രസവിച്ച ഉടനെ മരിച്ചു പോയത്. ഒരാൾക്ക് പോലും അതിനൊന്ന് രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിതാപം പറഞ്ഞിട്ട് അങ്ങോട്ട് കരഞ്ഞ സമയത്ത് അർജുനൻ പറഞ്ഞു ഈ ബ്രാഹ്മണനോട്, അതെ, അങ്ങയുടെ നാട്ടിൽ വില്ലാളികളായിട്ടുള്ള ക്ഷത്രിയന്മാരില്ല, അതാ ഇതിനൊക്കെ കാരണം. എന്നെപ്പോലെ വീരശൂര പരാക്രമിയും വില്ലാളിയുമായിട്ടുള്ള ക്ഷത്രിയനുള്ള സ്ഥലത്താണെങ്കിലേ ഇതൊന്നും നടക്കില്ല. ഇപ്പം
തൻ്റെ കേമത്വത്തെ ഒന്ന് വെളിപ്പെടുത്തുകയാണ് അർജുനൻ അവിടെ. ആ കുറച്ചൊരു അഹങ്കാരം അതങ്ങോട്ട് ഉയർന്നു വരികയാണ്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇനി അങ്ങേക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതിനെ ഞാൻ രക്ഷിച്ചോളാം അർജുനൻ പറഞ്ഞു. ഇപ്പം ഞാനിവിടെ ഉണ്ട് കേമനായിട്ട്, എന്തും ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ. അപ്പം തന്നെ ബ്രാഹ്മണൻ ചോദിച്ചിട്ട് അർജുനനോട് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബലരാമനും ശ്രീകൃഷ്ണനും പ്രദ്യുമ്നനും അനിരുദ്ധനും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊന്നും എൻ്റെ സന്താനത്തെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല, പിന്നെ ഇപ്പം നിനക്ക് സാധിക്കുമോ എന്ന് അർജുനനോട് ചോദിച്ച സമയത്ത് അർജുനൻ പറഞ്ഞു, അതെ ഞാനേ കൃഷ്ണനും ബലരാമനും പ്രദ്യുമ്നനും ഒന്നുമല്ല, ഞാൻ അർജുനനാ. എനിക്ക് സാധിക്കുമോ എന്നുള്ളത് ഇനി നിങ്ങൾക്ക് അടുത്ത കുട്ടി ഉണ്ടാവട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറയും. കുറച്ചൊരു അഹങ്കാരം. ആ അഹങ്കാരം എങ്ങനെ ഇല്ലാതെ, ഒരാളുടെ അഹങ്കാരത്തെ എങ്ങനെ ഇല്ലാതെ ആക്കാം എന്നുള്ളതാണ് ആ ഭാഗം പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഏതായാലും ആ ബ്രാഹ്മണൻ്റെ പത്നി 10ാമതും ഗർഭിണിയായി. അങ്ങനെ ഗർഭിണിയായി ഈ സ്ത്രീക്ക് ഗർഭമായ സമയത്ത് തന്നെ ഈ ബ്രാഹ്മണൻ പോയിട്ട് അർജുനനെ വിവരം അറിയിച്ചു. സാധാരണ ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും വിവരം അറിയിക്കുക, പോയിട്ട് ശുശ്രൂഷയ്ക്കുള്ള ആൾക്കാരൊക്കെ അല്ലേ. ഇവിടെ നേരെ പോയിട്ട് അർജുനെ അങ്ങോട്ട് വിവരം അറിയിച്ചു. അർജുനോട് പറഞ്ഞു, തൻ്റെ ഭാര്യ ഗർഭിണി ആയിട്ടോ, ഞാൻ അറിഞ്ഞില്ല എന്ന് വേണ്ട രക്ഷിക്കാനേ. അങ്ങനെ അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ വേഗം ആയുധമൊക്കെ എടുത്തു, അവിടെ അങ്ങോട്ട് വന്നു. ആ ഗൃഹത്തിൻ്റെ ചുറ്റും ശരങ്ങളെ കൊണ്ട് എന്താ ഒരു വേലിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി, ഒരു ഗേറ്റൊക്കെ വെച്ചു വേലിയൊക്കെ ഉണ്ടാക്കി ശരങ്ങളെ കൊണ്ട്. ഒരാൾ പോലും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ശത്രുക്കൾ പോലും അങ്ങോട്ട് കടക്കരുത് എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള ഉപാധികളൊക്കെ ചെയ്തു. ആ ബ്രാഹ്മണ സ്ത്രീ പരിപൂർണ ഗർഭിണിയായി പ്രസവിച്ചു. കുട്ടി മരിച്ചില്ല. പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാൽ ഇത് ഉടലോടുകൂടി അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോയി. ഇതുവരെ ജനിച്ച കുട്ടിയൊക്കെ മരിക്കുകയായിരുന്നു. ഇപ്പം എന്താ ഉണ്ടായത് വെച്ചാൽ ഇത് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയി കുട്ടി. ബ്രാഹ്മണൻ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം ഈ 8-9 കുട്ടികളുണ്ടായിട്ടും ഒന്നുമില്ലെങ്കിൽ ജനിച്ച സമയത്ത് അവരുടെ ശവശരീരെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നീ വലിയ വർത്താനം പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇപ്പം എന്താ ഒരു കാര്യം ഉണ്ടായത്? ഇപ്പം ആ കുട്ടീനെ ആ ശരീരം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അർജുനൻ അത് കേട്ടപ്പോൾ ശേഷം വിഷമായി. കാരണം എന്ന് വെച്ചാൽ വലിയ കുറച്ച് മമ്പത്തരം കൂടുതൽ പറഞ്ഞു പോയില്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്തായാലും അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. അർജുനൻ അവിടെ നിന്ന് അപ്പം തന്നെ എന്ത് ചെയ്തു വെച്ചാൽ ആ സംയമനിയിൽ, യമൻ്റെ രാജധാനിയായിട്ടുള്ള സംയമനിയിലെത്തി. അവിടെ അന്വേഷിച്ചു, ബ്രാഹ്മണൻ്റെ കുട്ടീനെ കണ്ടില്ല. അവിടുന്ന് സകല സ്ഥലത്തും, സ്വർഗത്തിലും നരകത്തിലും എന്ന് വേണ്ട തനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചു, കണ്ടില്ല. അർജുന തന്നെ ചിന്തിച്ചു, പറഞ്ഞത് കുറച്ചങ്ങോട്ട് അധികമായിപ്പോയില്ലേ? കാരണം എന്താ വെച്ചാൽ ഇത്രയൊന്നും പറയണ്ടേ. അർജുന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. എന്താണെന്ന് വെച്ചാൽ ഈ ഇദ്ദേഹം ചോദിച്ചു ബ്രാഹ്മണനെ, നീ കൃഷ്ണനും ബലരാമനും പ്രദ്യുമ്നനും ഒന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അർജുനാണ്, എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനൻ. ഇനിയിപ്പം നിവൃത്തിയൊന്നുമില്ല, തീക്കൂട്ടന്നെ നിവൃത്തിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വർത്താനമായി പോയി പറഞ്ഞതേ. അപ്പോൾ അർജുനൻ വിചാരിച്ചു ഇനിയിപ്പോൾ കിട്ടില്ല. പക്ഷേ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അർജുനൻ വേഗം അവിടുന്ന് അഗ്നിയൊക്കെ ജ്വലിപ്പിച്ചു. അതിലേക്ക് അങ്ങോട്ട് ചാടാൻ ഒരുങ്ങണ സമയത്ത് പുറകുന്ന് വിളിച്ചു, ഏയ് ഇങ്ങോട്ട് വരിക. കൃഷ്ണൻ വിളിച്ചു, എന്താ ഭാവം? അല്ല, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്, അപ്പോൾ എനിക്കത് നിറവേറ്റാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിജ്ഞയെങ്കിലും നിറവേറ്റണം. പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു പ്രതിജ്ഞ ചെയ്തല്ലോ, അതെങ്കിലും ഒന്ന് നിറവേറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ അവിടെ നിൽക്കുക. എന്തായാലും കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അന്വേഷിക്കാം, എന്നിട്ടാവാം ബാക്കി. അങ്ങനെ കൃഷ്ണനും അർജുനും കൂടി അവിടുന്ന് ഒരു തേര്, ഒരു ദിവ്യരഥത്തിൽ ഒരു 4 കുതിരകളെ പൂട്ടി ആ തേരെടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി. ഈ കുട്ടിയെ അന്വേഷിച്ചിട്ട്, ഈ കുട്ടിയല്ല കുട്ടികളെ, 9-10 കുട്ടികളാണ്. 9 എണ്ണം മരിച്ചിട്ട് പോയി, 1 ഉടലോടെയും പോയി.
അപ്പം അങ്ങനെ അന്വേഷിച്ചു യാത്ര തുടർന്നു. യാത്ര തുടരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങളും ദ്വീപുകളും എന്താ പറയുക എല്ലാ കടലുകളും ഒക്കെ കടന്നങ്ങനെ തേര് പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഇതങ്ങോട്ട് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്തേക്ക്. വെളിച്ചം എന്ന് പറഞ്ഞ സാധനം കാണുന്നില്ല. കുതിരകൾക്ക് വഴിതെറ്റി. 4 കുതിരകളും കണ്ണ് കാണാതെ ആകെ വഴിതെറ്റി അങ്ങനെ ഒലയാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു കൃഷ്ണനോട്, ഒരു രക്ഷയില്ലല്ലോ കൃഷ്ണ, കണ്ടില്ലേ ഇതാ കുതിരകൾ പോലും ആകെ മിഴിച്ച് നിൽക്കുക, എങ്ങടാ പോകേണ്ടത് ഇഷ്ടമില്ലാണ്ട് എന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്തു? തൻ്റെ സുദർശന ചക്രത്തെ അങ്ങോട്ട് മുന്നോട്ട് അയച്ചു. അതിൻ്റെ ആ വെളിച്ചത്തിൽ അവരങ്ങനെ വീണ്ടും മുന്നോട്ടങ്ങനെ യാത്ര തുടർന്ന സമയത്ത് അവിടെ ഒരു കാഴ്ച കണ്ടു. എന്താണെന്ന് വെച്ചാൽ ഒരു മണിമയമായിട്ടൊരു ഭവനം. ആ ഭവനത്തിൽ തൻ്റെ 1000 ശിരസ്സുകളോട് കൂടിയിട്ട് അവിടെ ശേഷഭഗവാൻ അനന്തൻ അങ്ങനെ ഇരിക്കണു. അനന്തൻ്റെ ആ 1000 ഫണങ്ങളെയാണ് അങ്ങനെ കാണുന്നത്. ആദ്യം അങ്ങനെ തിളങ്ങുകയാണ് കിടന്നിട്ട്. അപ്പം അങ്ങനെ അർജുനനും കൃഷ്ണനും അത്ഭുതത്തോടു കൂടി അങ്ങനെ നോക്കുന്ന സമയത്ത്, കുറച്ചിങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ശേഷനാകുന്ന മെത്തയിൽ മറ്റൊരാൾ കൂടി കിടക്കുന്നുണ്ട്. മഹാവിഷ്ണു സർവാലങ്കാര വിഭൂഷിതനായിട്ട് ആ പട്ടുവസ്ത്രങ്ങളും. ഇനി എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് നിശ്ചയില്ല. അത്രയേറെ അങ്ങോട്ട് ആ മനോഹാരിതയോട് കൂടിയിട്ട്, ആ പുഞ്ചിരിയോട് കൂടിയിട്ട്, ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭാവം, ഒരു സ്ഥായിയായിട്ടുള്ള ഭാവമാണ് ആ പുഞ്ചിരി എന്ന് പറയുന്നത്. അതല്ലാതെ ഭഗവാനെ കാണാൻ സാധിക്കില്ല ആർക്കും. ആ ഒരു പുഞ്ചിരിയോടുകൂടി ഏതൊരു നിർണായക ഘട്ടത്തിൽ, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആകെ എന്താ ഉണ്ടാവുക? ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി ആശ്വാസം കിട്ടാൻ. കാരണം അവിടെ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഭാവം ആ മുഖത്തുണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെ അർജുനനും കൃഷ്ണനും കൂടി അങ്ങോട്ട് ചെന്ന സമയത്ത് കണ്ടു ആ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു. 2 പേർക്കും അത്ഭുതമായി. 2 പേരും അങ്ങനെ ഭഗവാനെ തൊഴുതു, ദർശിച്ചു. ഇതൊക്കെ കണ്ട സമയത്ത് മഹാവിഷ്ണു അവരോട് പറഞ്ഞു, അതെ, നിങ്ങളെ ഒന്ന് നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നിങ്ങളിവിടേക്ക് വരുത്താനുള്ളൊരു വഴി, അതിനു വേണ്ടിയിട്ടാണ് ആ ബ്രാഹ്മണൻ്റെ കുട്ടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഇതിൻ്റെ ആളെ ഞാനാ കൊണ്ടുവന്നത്. നിങ്ങൾ 2 പേരെയും നേരിട്ട് കണ്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിലെ ധർമ്മരക്ഷയ്ക്കായിട്ട് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ അംശത്തിൽ നിന്ന് കൃഷ്ണനായിട്ട് അവതരിച്ചത്. ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഉടനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ ഭൂമിക്ക് ഭാരമായിട്ടുള്ള രാജാക്കന്മാരെ ആയാലും എന്ത് തന്നെയായാലും, അസുരന്മാരെ ആയാലും ശത്രുക്കളെ ആണെങ്കിൽ എല്ലാവരും നിഗ്രഹിച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് തിരിച്ചു വരൂ. ആ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ധർമ്മപദത്തിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു മഹാവിഷ്ണു. അതിനുശേഷം ആ കുട്ടികളെയൊക്കെ ഇവർക്ക് അങ്ങോട്ട് കൊടുത്തു. ബ്രാഹ്മണന് കൊണ്ടു കൊടുത്തോളൂ. ബ്രാഹ്മണൻ്റെ 10 കുട്ടികളെയും നിങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് യാത്രയയക്കുകയാണ്. ആ ഉപദേശം അംഗീകരിച്ച് അവർ അവിടുന്ന് യാത്ര തുടരുകയാണ്. അങ്ങനെ ധാരകയിൽ തിരിച്ചെത്തി. ബ്രാഹ്മണന് ആ 10 കുട്ടികളെയും തിരിച്ചു കൊടുത്തു. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരു ലക്ഷ്യമുണ്ടാവും ജീവിതത്തിന്. ഇവിടെ കൃഷ്ണൻ്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മരക്ഷയാണ്. ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും ജീവിതത്തിന് ഓരോ ലക്ഷ്യങ്ങൾ. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് ലക്ഷ്യം അറിയാതെയാണ്. ലക്ഷ്യം എന്താണെന്നുള്ളതല്ല, നമുക്കാകെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇങ്ങോട്ട് കിട്ടണത് ഇങ്ങോട്ട് പോയില്ല അല്ലേ? അത് കിട്ടിക്കോട്ടെ, പരമാവധി എത്രയോ ഉണ്ട് ഉണ്ടായിക്കോട്ടെ, എന്നാലും കുറച്ചുകൂടി കിട്ടിയാൽ അധികമാവുമൊന്നുമില്ല. ചക്ഷുശ്രവണ ഗളസ്തമാം ദർഭുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ഒരു പാമ്പിൻ്റെ വായിൽ ഒരു തവള അകപ്പെട്ടു. തവളയ്ക്ക് ഉറപ്പായി 99% പാമ്പിൻ്റെ വായിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോരില്ല എന്തായാലും.
പക്ഷെ എന്നിട്ട് അത് അവളെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാവ് നീട്ടിയിട്ട് പുറത്ത് നേരെ പിടിക്കാൻ നോക്കുക. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലേ, വളരെ വലിയൊരു വാക്കാണത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അയര പിടിക്കുന്നത്? മുഴുവൻ പാകവും പാമ്പിൻ്റെ വായിലെത്തിയിട്ടുണ്ട്, എന്നിട്ട് നാവ് നീട്ടുക, കിട്ടുന്നത് കൊണ്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പുരാണങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്, അവനവൻ ഉതകുന്നത് എന്താണോ അത് നമുക്ക് നേടാം, അതിനൊരു കുഴപ്പമില്ല. അതല്ലാത്തതായിട്ടുള്ള എന്ത് നമ്മൾ നേടിക്കഴിഞ്ഞാലും എന്താണ്, ഒരിക്കലും നമുക്ക് ശാശ്വതമായിട്ടിരിക്കില്ല. കൊണ്ടുപോകാൻ സാധിക്കുമോ? പോകുമ്പോൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കണ്ണൂർക്ക് പോകുമ്പോഴോ കൊണ്ടുപോകാൻ പറ്റുമോ എന്നല്ല ചോദിക്കുന്നത്. അപ്പുറത്തേക്ക് ഒരു പോക്ക് പോകില്ലേ നമ്മൾ, ആ സമയത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനോ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി എന്നാ പറഞ്ഞിട്ടുള്ളത്. അർത്ഥാഗൃഹേ നിവർത്തന്തേ, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, അത് എത്രയായാലും എവിടെ ഇരിക്കും? അത് വീട്ടിലിരിക്കും. ഇപ്പം വീട്ടിലല്ല കേട്ടോ, ഇപ്പോൾ ബാങ്കിലായിരിക്കുക. കാരണം ഇപ്പോൾ ഈ ഫോണിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ പൈസയൊക്കെ അയച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അപ്പോൾ അത് ബാങ്കിലിരിക്കും, അവിടെ ഇരുന്നോട്ടെ. ശ്മശാനോ പുത്രബാന്ധവ, പുത്രന്മാരായാലും എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും അവരെവിടെ വരെ ഉണ്ടാവുള്ളൂ? ശ്മശാനം വരെയുണ്ട്. ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്, ആ ചിതയുടെ തീ അങ്ങനെ ആളി കത്തുന്നത് വരെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ആ ചിതയുടെ തീ അങ്ങോട്ട് കത്താൻ തുടങ്ങിയാൽ പറയും, ഓഹോ എന്തൊരു ചൂടാണ്. അതുവരെ നമ്മളെ ഓരോരുത്തരെയും ആ മാറോടടക്കി നെഞ്ചോടടക്കി പിടിച്ച് ചൂട് തന്നിട്ടുള്ള ആളുകളാണ് അതിനകത്ത് കിടക്കണമെന്നുള്ള ബോധം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ചൂട് നമുക്ക് അസഹ്യമായിട്ട് മാറും, തിരിച്ചു നടക്കും നമ്മളവിടുന്ന്. പക്ഷെ 2 പേര് നമ്മുടെ കൂടെ വരും. ആരാ 2 പേര്? അളിയനും പെങ്ങളും എന്നല്ല. ആരാ വരുന്ന 2 പേര്? സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. കർമ്മഫലങ്ങൾ, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, സത്കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ അത് സുഹൃതമായിട്ടും, അതല്ല ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ദുഷ്കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ ദുഷ്കൃതമായിട്ടും നമ്മുടെ കൂടെ വരും. അപ്പം അതുകൊണ്ട് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ ജീവിതം. ഇത്രയും നല്ലൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ആ സമയത്ത് സത്കർമ്മങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ നമ്മൾ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. ആ സത്കർമ്മങ്ങളുടെ പുണ്യം നേടിക്കൊണ്ട് നമുക്ക് എന്നും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് എനിക്ക് കിട്ടിയ ഈ വിഷയം അത് വിശദീകരിച്ച് പറഞ്ഞു തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയപരിധി കൂടി ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും, അതിലൊതുക്കണമല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് അതിലൊതുങ്ങുന്ന രീതിയിൽ മാത്രം, എന്നാലും ഒരു 5 മിനിറ്റ് അധികം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയെങ്കിലും ആ ഒരു വിഷയത്തിൽ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് കടന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ജീവിതത്തിലൊരു ധന്യ നിമിഷമായിട്ട് തന്നെയാണ് ഞാൻ ഈ അവസരത്തെ കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ശരിക്ക് എന്താ പറയേണ്ടത് നിശ്ചയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ വാക്കുകളെ ഞാനിവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.